കേരളത്തിൽ അവിഹിത ഗർഭം, ഇന്ത്യയിൽ GDP വളർച്ച 8.1% പോകുന്നു. അത്തരം വാർത്തകൾ ഇന്ത്യയിലെ ഒരു ചാനലിലും ഈ ഇവിടുത്തെ അവിഹിത കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, ഒരു പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ 23,000 25,000 സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ മത്സരിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇതൊരു കഷ്ടമാണ്, ഗതികേടാണ്. നമ്മൾ പക്ഷേ എന്തായാലും ഇവിടെ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ നേരെ റഷ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വ്ളാഡിമിർ പുട്ടിൻ ഡിസംബർ 4-5 കണക്കാക്കി ഇന്ത്യയിൽ വരികയാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ തടസ്സമുണ്ടായിരുന്നു, ഇൻ്റർനാഷണലായിട്ട് അദ്ദേഹത്തിനൊരു തടസ്സമുണ്ടായിരുന്നു. അതായത് ICS അറസ്റ്റ് വാറണ്ട് ഉണ്ട് അദ്ദേഹത്തിന്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു അറസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എന്നാലും അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ തടസ്സമില്ല. അദ്ദേഹം ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ വന്നാൽ നടക്കുന്ന കാര്യങ്ങൾ ഡിസംബർ 4-നാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്താണ്. നമ്മൾ റഷ്യയിൽ നിന്ന് 5 S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സോഴ്സ് കോഡ് നമുക്ക് തരും. ഈ സോഴ്സ് കോഡ് തന്നാലുള്ള ഗുണം നമുക്ക് തന്നെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ പുൽവാമ ആക്രമണത്തിന് ശേഷവും പഹൽഗാമിന് ശേഷവും, പ്രത്യേകിച്ച് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമ്മളെ DRDOയും ബ്രഹ്മോസും ഒക്കെ, DRDO ബ്രഹ്മോസ് നമ്മുടെ ആയുധ നിർമ്മാണം വളരെ വലിയ തോതിൽ പോയി. അതിൻ്റെ ഫലമായി നമ്മൾ മിസൈലും ഡ്രോണും ഒക്കെ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ 24 രാജ്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത്. വലിയൊരു വിപണിയാണ് നമുക്ക് തുറന്നു കിട്ടിയത്. യുദ്ധോപകരണ വിപണി അവർ പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമല്ല. എങ്കിൽ പോലും നമ്മുടെ ആഭ്യന്തര സാങ്കേതിക വിദ്യ വളർന്നു എന്നുള്ളതാണ്. മേക്ക് ഇൻ ഇന്ത്യയിലാണ് ഇത് ഉണ്ടായത്. മേക്ക് ഇൻ ഇന്ത്യയാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ആവശ്യമായ എല്ലാ കാര്യവും ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലാണ് ഈ സോഴ്സ് കോഡ് കൂടി നമുക്ക് ഇന്ത്യക്ക് കിട്ടുമ്പോൾ വളരെ വലിയ കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. റഷ്യ ഉക്രൈൻ്റെ സമാധാന കരാറും ഇന്ത്യ ചർച്ച ചെയ്യും. മോഡി പുട്ടിനോട് പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചൈനയിൽ പോയി, ഷാങ്ഹായിൽ പോയപ്പോൾ അവിടെ വെച്ച് ചൈനീസ് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വളരെ കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു, അന്താരാഷ്ട്ര ഒരു ഗൂഢാലോചന പൊളിക്കാനും പറ്റി. മോഡിയെ തട്ടിക്കളയൂ എന്നുള്ളൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചന പൊളിച്ചത് വ്ളാഡിമിർ പുട്ടിൻ്റെ കാരണകത്ത് വെച്ച് 50 മിനിറ്റത്തെ ചർച്ചയാണെന്നൊക്കെ വലിയ ലോകം ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലേക്ക് വ്ളാഡിമിർ പുട്ടിൻ വരുന്നു. മോഡിയുമായിട്ടുള്ള ചർച്ച ഡിസംബർ 4-5 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. ആ നടക്കുന്ന ചർച്ചയിൽ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയും റഷ്യയുമുള്ള കരാറാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ നമ്മൾ എണ്ണ വാങ്ങുന്ന കഥകളുണ്ട്. പക്ഷേ ഇത് രണ്ടും നടക്കുമ്പോഴുള്ള വേറൊരു വലിയ പ്രശ്നം, അമേരിക്കയിലെ ട്രംപ് വെറുതെ ഇരിക്കത്തില്ല. ഇന്ത്യ, ചൈന, അമേരിക്കയുടെ ഈ ഒരു അച്ചുതണ്ടുണ്ടല്ലോ, ഈ ത്രിരാഷ്ട്ര അച്ചുതണ്ടിനെ കണ്ടില്ല എന്ന് നടിക്കാൻ ട്രംപിനാവില്ല. ട്രംപ് അവിടെ ഇരുന്നുകൊണ്ട് പണിയാവുന്ന പണി മുഴുവൻ പണിയും. 25% നമുക്ക് തീരുവ കൂട്ടി, 50% കൂട്ടി, പലതിനും പ്രതിരോധം ഏർപ്പെടുത്തി. ഇനി ഡിസംബർ 4 കഴിയുമ്പോൾ ട്രംപ് വീണ്ടും പുതിയ ആയുധങ്ങളുമായും റഷ്യക്കെതിരെയും വരും, ഇന്ത്യക്കെതിരെയും തീർച്ചയായിട്ടും വരും. അപ്പോഴും നമ്മൾ GDP-യിൽ 8.2 നിന്നുകൊണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ ക്വാർട്ടറിൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടറിൽ വലിയ രീതിയിലാണ് ഇന്ത്യ വളർച്ചയുണ്ടാക്കിയിരിക്കുന്നത്. ആ വളർച്ചയിലും അമേരിക്കയ്ക്ക് ഒരു വലിയ തലവേദനയായിട്ട് നമ്മൾ വരുന്നു. എന്തായാലും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റൂറൽ ഇന്ത്യയുടെ ഒരു റിവൈവൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. GST കട്ട് ചെയ്തതോടുകൂടിയാണ്. GST താരിഫ് ഒരുപാട് കട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ബൂം വന്നത്. എന്തായാലും ഇന്ത്യക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ്റം കാണാനും കൂടിയാണ് വ്ളാഡിമിർ പുട്ടിൻ ഇന്ത്യയിൽ വരുന്നത്. ഒരുപാട് കരാറുകൾ അദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റഷ്യയുമായി. ഈ ഓരോ കരാറും അമേരിക്കയ്ക്കുള്ള അടിയായിരിക്കും. അവർ അവിടെ ഇരുന്നു കൊണ്ട് പുതിയ തന്ത്രങ്ങൾ ഇന്ത്യക്കെതിരെ മെനയുകയും ചെയ്യും.